HIV പ്രതിരോധത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സ്കൂൾ മുതൽ ജെറുസലേം ജംഗ്ഷൻ വരെ റാലി സംഘടിപ്പിച്ചു. കൂടാതെ HIV ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിന്റെയും പിന്തുണയുടെയും ആഗോള പ്രതീകമായ ചുവന്ന റിബൺ സ്കൂളിലെ എല്ലാ വിഭാഗത്തിലെയും അധ്യാപകർക്ക് നൽകിക്കൊണ്ടും NSS വളണ്ടിയർമാർ മാതൃകയായി. NSS യൂണിറ്റിന്റെ മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീ ജനീർലാൽ, NSS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിൻസ് കൊല്ലന്നൂർ, അധ്യാപകരായ ശ്രീ സെന്തിൽ കുമാർ, ശ്രീമതി സിനി CS, ശ്രീ വിവേക് KN, ശ്രീ സുജിത്, ശ്രീ സുരേഷ്, ശ്രീമതി ബിന്ദു, കുമാരി ഗാഥ എന്നിവർ നേതൃത്വം നൽകി. കുടുംബശ്രീ സമുന്നതി പദ്ധതി ചാലിശ്ശേരി കുന്നത്തേരിയിൽ ആരംഭിച്ചു. പട്ടികജാതി വിഭാഗത്തിന്റെ സമഗ്ര വികസനത്തിനായി കുടുംബശ്രീ സമുന്നതി പദ്ധതി ചാലിശ്ശേരി കുന്നത്തേരിയിൽ ആരംഭിച്ചു. കുന്നത്തേരി പൗർണമി സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ പ്രഭാകരൻ M ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പരിശീലകർക്കും ഗുണഭോക്താക്കൾക്കും വിശദീകരണ ക്ലാസ് നടത്തി. ചാലിശ്ശേരി പഞ്ചായത്തിൽ കവുക്കോട്, കുന്നത്തേരി എന്നീ 2 കേന്ദ്രങ്ങളിലാണ് പദ്ധതി ആരംഭിച്ചത്. CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ അധ്യക്ഷയായി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ ചിന്തു മാനസ്, ബ്ലോക്ക് കോർഡിനേറ്റർ ദിവ്യ, ശാന്ത വിജയൻ, KK ദാസൻ എന്നിവർ സംസാരിച്ചു. കുഴൽമന്ദം ബ്ലോക്കിൽ 2023 വിജയകരമായി നടപ്പിലാക്കിയ സമുന്നതി പദ്ധതിയിലെ തൃത്താല മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി 477 ഉന്നതികളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. 7875 പട്ടികജാതി കുടുംബങ്ങൾക്കാണ് പദ്ധതി പ്രയോജനം നൽകുക. പരിപാടികൾക്ക് കുന്നത്തേരി പൗർണമി ഭാരവാഹികളായ പ്രഭാകരൻ KK, സുരേഷ് ബാബു KK, അനിൽകുമാർ KK, സുന്ദരൻ KK, വായനശാല യുവജനവേദി പ്രവർത്തകർ വിനയ് കൃഷ്ണൻ, ഋതു, വനിതാവേദി പ്രവർത്തകർ സന്ധ്യ, സുജിത, ധന്യ, മാജിദ എന്നിവർ നേതൃത്വം നൽകി. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. ഗുരുഭവനപുരിയെ ഭക്തിസാന്ദ്രമാക്കിയ സംഗീത സമർപ്പണ ദിനങ്ങൾക്ക് പരിസമാപ്തിയായി. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ ചെമ്പൈ സ്വാമികൾക്ക് ഇഷ്ടപ്പെട്ട 4 കീർത്തനങ്ങൾ അവതരിപ്പിച്ച സമാപന കച്ചേരിയോടെയാണ് ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല വീണത്. പ്രശസ്ത സംഗീതജ്ഞൻ, സംഗീത കലാനിധി പത്മഭൂഷൺ ഡോക്ടർ TV ഗോപാലകൃഷ്ണൻ സമാപന കച്ചേരിക്ക് നേതൃത്വം നൽകി. വാതാഭി എന്ന് തുടങ്ങുന്ന കീർത്തനത്തിൽ തുടങ്ങിയ കച്ചേരി കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ എന്ന കീർത്തനത്തോടെ സമാപിച്ചു. തുടർന്ന് മംഗളം പാടിയാണ് സംഗീതാർച്ചന അവസാനിച്ചത്. 15 സംഗീത ദിനരാത്രങ്ങളിലായി 2535 സംഗീതജ്ഞരാണ് ഈ വർഷം സംഗീതാർച്ചന നടത്തിയത്. ചെമ്പൈ സംഗീതോത്സവവുമായി സഹകരിച്ച് പ്രവർത്തിച്ച സംഗീതജ്ഞരെയും കലാകാരന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും വിവിധ മേഖലയിൽ സഹകരിച്ചവർ അടക്കമുള്ളവർക്കും ചടങ്ങിൽ ഉപഹാരം നൽകി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാര വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
BJP കുന്നംകുളം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും വികസന രേഖ പ്രകാശനവും നടന്നു. കുന്നംകുളം ലോട്ടസ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. UDFന്റെയും LDFന്റെയും രാഷ്ട്രീയ ജനസേവനമല്ലെന്നും നുണ പറഞ്ഞ് അധികാരത്തിലെത്തിയാൽ അഴിമതിയും വികസനമില്ലായ്മയുമാണ് ജനങ്ങൾക്ക് കിട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ്, കുന്നംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ചന്ദ്രശേഖരൻ പുതുശ്ശേരി, വിപിൻ കൂടിയടത്ത്, NDA നേതാക്കളായ MD രാജീവ്, സിദ്ധാർത്ഥൻ കമ്പിപ്പാലം, ചന്ദ്രശേഖരൻ പുതുശ്ശേരി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതുകൊണ്ട് ഫലം തീർച്ചയായും വിവിധ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്ന അത്തരം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹോണടിച്ചത് ഇഷ്ടപ്പെട്ടില്ല. പേരാമംഗലത്ത് അച്ഛനും മകനും ഉൾപ്പെടെ 3 പേർക്ക് കുത്തേറ്റു. തൃശൂർ പേരാമംഗലത്ത് ഇന്ന് പുലർച്ചെയാണ് സംഭവം. മുണ്ടൂർ സ്വദേശി 46 വയസ്സുള്ള ബിനീഷ്, മകൻ 19 വയസ്സുള്ള അഭിനവ്, സുഹൃത്ത് 29 വയസ്സുള്ള അഭിജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. മുണ്ടൂരിലെ പച്ചക്കറി കടയിലെ ജീവനക്കാരനായ കേച്ചേരി സ്വദേശി കൃഷ്ണ കിഷോറാണ് 3 പേരെയും ആക്രമിച്ചത്. ശേഷം പ്രതി സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. 2 ബൈക്കുകളിലായാണ് അച്ഛനും മകനും സുഹൃത്തും യാത്ര ചെയ്തിരുന്നത്. ബാഡ്മിന്റൺ കളിച്ച ശേഷം മടങ്ങുകയായിരുന്നു ഇവർ. ആക്രമിയും ബൈക്കിലാണ് എത്തിയത്. കൃഷ്ണ കിഷോർ ഓടിച്ച ബൈക്കിന് പിന്നാലെയാണ് അഭിനവും ബിനീഷും പോയത്. അഭിനവ് 2 തവണ ഹോണടിച്ചത് കൃഷ്ണ കിഷോറിന് ഇഷ്ടപ്പെട്ടില്ല. ഓവർടേക്ക് ചെയ്തു പോയ ഇവരെ കൃഷ്ണ കിഷോർ ബുള്ളറ്റിൽ വന്ന് ക്രോസ് ചെയ്ത് നിർത്തി. തുടർന്ന് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ഇതിനിടെ കൃഷ്ണ കിഷോർ കത്തിയെടുത്ത് അഭിനവിനെയും അച്ഛൻ ബിനീഷിനെയും അഭിജിത്തിനെയും കുത്തുകയായിരുന്നു. കുത്തിയ ശേഷം ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച കൃഷ്ണ കിഷോറിനെ കുത്തേറ്റവർ പിന്തുടർന്നു. പിന്നീട് കാറിലെത്തിയ സുഹൃത്തിന്റെ സഹായത്തോടെ കൃഷ്ണ കിഷോർ രക്ഷപ്പെട്ടു. ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. പ്രതിക്കായുള്ള അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണ കിഷോറിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോയെന്ന് പരിശോധിച്ചു വരികയാണ്. ഇയാളുടെ പിതാവിന്റെ വീട് ചാവക്കാടും മാതാവിന്റെ വീട് കോട്ടയത്തുമായാണ്. കേച്ചേരിയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കൃഷ്ണ കിഷോർ. ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. ശ്രീനാരായണപുരത്ത് ദേശീയപാതയിൽ ബൈക്ക് അപകടം, വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നി മറിഞ്ഞായിരുന്നു അപകടം. ബൈക്കിലുണ്ടായിരുന്ന മതിലകം സ്വദേശി പാലക്കാട്ടുപറമ്പിൽ നജീബിന്റെ മകൻ 18 വയസ്സുള്ള മുഹമ്മദ് അദ്നാനാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന അമീൻ നൌഫൽ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇവരെ ആക്സ് പ്രവർത്തകരാണ് കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ 9:30 അപകടം. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിലെ BVOC 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും. മതിലകം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ജനങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാറ്റം ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ എത്ര കൊല്ലമായിട്ട് ഏത് ലോക്കൽ ബോഡിയിൽ നോക്കിയാലും UDF LDF ഭരിച്ചു, പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല.
സാധാരണക്കാരുടെ എല്ലാ ദിവസത്തെ പ്രശ്നങ്ങൾ, കുടിവെള്ളം, റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, മാലിന്യം, തെരുവ് നായ ശല്യം, ഇതൊന്നും ആരും പരിഹരിക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ആ ഒരു വികസനവും ആ ഒരു ഭരണശൈലിയിൽ മാറ്റം ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങൾ മുമ്പോട്ട് വെച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രതീക്ഷയെ കുറിച്ച് പറയാനൊരു താല്പര്യമില്ല. പക്ഷേ ജനങ്ങൾ ഒരു വികസനം ഒരു ആവശ്യമാണ്, അവരൊരു അവകാശമാണെന്ന് ജനങ്ങൾ കൃത്യമായി ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു വിശ്വാസം. അത് ജനങ്ങൾ തീരുമാനിക്കണ്ടേ? അത് ജനങ്ങൾ തീരുമാനിക്കണം. അത് മാധ്യമ സുഹൃത്തുക്കളോ ഞാനല്ലാതെ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ കൃത്യമായി സിൻസിയറായിട്ട് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഒരു കഴിവുണ്ട്, താല്പര്യമുണ്ട്. ഞങ്ങൾക്കൊരു അവസരം തരണം. കാരണം എത്രയോ കൊല്ലമായിട്ട് ഈ എല്ലാ ലോക്കൽ ബോഡിയിൽ കുത്തിയിരുന്ന് LDFും UDFും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എവിടെ നോക്കിയാലും, കുന്നംകുളം നോക്കിയാലോ, ഗുരുവായൂർ നോക്കിയാലോ, തൃശ്ശൂർ നോക്കിയാൽ, ഇത് എത്ര കൊല്ലം ഭരിച്ചു. എന്നിട്ട് ഇന്നും അതേ പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കാണ്ട് നിൽക്കുന്നു. തെരുവുനായ ശല്യമാണോ, മാലിന്യമാണോ, സുവേജ് ആണോ, ഡ്രെയിനേജ് ആണോ, റോഡാണോ, സ്ട്രീറ്റ് ലൈറ്റ് ആണോ, ഒന്നും പരിഹരിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങൾ അവസരം കൊടുത്തു UDFനും LDFനും. ഇനി ഞങ്ങൾക്കൊരു അവസരം തരണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അല്ല, അത് അവർ പറയല്ലോ. ഇതിപ്പോൾ കോൺഗ്രസ് എന്ത് തെറ്റ് ചെയ്താലും അവർ പറയും അത് രാഷ്ട്രീയമാണ്. LDF തെറ്റ് ചെയ്താൽ അവർ പറയും വീഴ്ചയാണ്, രാഷ്ട്രീയമാണ്. ശബരിമല കൊള്ളതിനെ കുറിച്ച് എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ് വീഴ്ചയാണെന്ന്. 4.5 കിലോ സ്വർണം കട്ടുകൊണ്ടുപോകുമ്പോൾ അത് ഒരു അഭിപ്രായ വ്യത്യാസമായിട്ട് കണ്ടാൽ മതി. അവർ കൊള്ള ചെയ്യുമ്പോൾ അതൊരു വീഴ്ചയാണ്. ED എന്നൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എന്തെങ്കിലും ഒരു നോട്ടീസ് അയക്കുമ്പോൾ അത് രാഷ്ട്രീയമാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ഇഷ്യൂ ആണ്. 2100 കോടി എന്തിന് ലണ്ടനിൽ അവർ റേസ് ചെയ്തു? എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യൻ ബാങ്ക് വഴി അവർ കാശ് റേസ് ചെയ്തില്ല? 9.5% ഇൻട്രസ്റ്റും ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എടുത്ത് ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കയറ്റി വയ്ക്കുന്ന ഒരു കാര്യമല്ലേ? പിന്നെ 22 കോടി കമ്മീഷൻ ആർക്ക് കൊടുത്തു? അപ്പോൾ ഇതെല്ലാം നോർമൽ പ്രശ്നങ്ങളാണ്. ഫേമ അപ്രൂവൽ എടുത്തോ? RBIൻ്റെ അപ്രൂവൽ എടുത്തോ? ഇതെല്ലാം ചോദിക്കുമ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞ് ഓടരുത്. നിങ്ങൾ അതിൻ്റെ മറുപടി തരിക. ഇതല്ലേ ഒരു സർക്കാരിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് അതിൻ്റെ ഉത്തരങ്ങളുടെ മറുപടി കൊടുക്കണ്ടേ? അതല്ലാണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഒളിച്ചു നടക്കുന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇത് പാർട്ടി ഫണ്ടല്ല, ഇത് CPMൻ്റെ ഇൻറ്റേർണൽ മാറ്റർ അല്ല, ജനങ്ങളെ തലയിൽ വെച്ച് കെട്ടുന്ന ഒരു കടമാണ്. അപ്പോൾ ജനങ്ങളുടെ പേര് ഞങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ED അന്വേഷിക്കുന്നു. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ പേടി? എന്തോ അല്ല, മൊത്തം അന്വേഷിക്കുന്നു. എത്രയോ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്തിനാണ് ലണ്ടൻ പോയത് ഈ കാശ് റേസ് ചെയ്യുന്നത്? മറ്റ് സംസ്ഥാനങ്ങൾ അവിടെ പോകുന്നുണ്ടോ? എന്താ എല്ലാവരും ഇന്ത്യൻ ബാങ്കിൽ നിന്നല്ല കാശ് എടുക്കുന്നത്? ബോണ്ട് എല്ലാ സ്റ്റേറ്റ് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടല്ലോ. അവർ ഇന്ത്യൻ ബോണ്ട്സ് ആണല്ലോ റേസ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ട്? എന്താണ് ഇതിൻ്റെ താല്പര്യം? ഇതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ഒരു ആലോചന? എന്തായിരുന്നു ചിന്ത? എന്തായിരുന്നു അതിൻ്റെ സ്ട്രാറ്റജി? ഒന്ന് പറയണം. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊരു ചോദ്യമല്ലേ, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമല്ലേ? അതിൻ്റെ ഒരു ഉത്തരം തരണം. ഒരു സർക്കാരിൻ്റെ കടമയാണ്, ഡ്യൂട്ടിയാണ് അത് പറയാൻ. ജനങ്ങൾ ചോദിക്കുമ്പോൾ ഓടിപ്പോവല്ല ചെയ്യേണ്ടത്, ഒളിച്ചു പോവല്ല ചെയ്യേണ്ടത്. ഇതൊരു രാഷ്ട്രീയം. ഇത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു കടമല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ഞങ്ങൾക്കൊരു അവകാശമില്ലേ? പറയണം. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇവരെല്ലാം എന്താ പറയുക, യൂസ്ലെസ് രാഷ്ട്രീയമാണ്. ഇതാണിപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. പാലക്കാട് ജനങ്ങൾ ഏറ്റവും വിഷമത്തിലാണ്. കാരണം ഒരു മെട്രോ ശ്രീധരൻ എന്ന കാൻഡിഡേറ്റ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവരെ തോൽപ്പിച്ച് ഇങ്ങനത്തെ പോലെ MLA-മാരാണ് തലക്കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും റിഗ്രറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പാലക്കാടത്തെ ജനങ്ങളാണ്. കാരണം അവരുടെ MLA ഇങ്ങനത്തെ ഒരു MLA ആയിരുന്നു തല വെച്ച് കെട്ടിയിരിക്കുന്നത് കോൺഗ്രസ്. അതിപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം.
ഞങ്ങൾ വികസനം എന്ന് പറയുമ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. പിന്നെ മറ്റു വശത്ത് LDFിൻ്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അവരുടെ അഴിമതിയും ശബരിമലേൻ്റെ കൊള്ളയും. അപ്പോൾ ഇതാണ് 3 ചോയ്സ്. ഈ ഇലക്ഷനിൽ 3 ഓപ്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ ഉള്ളതാണ്. BJP NDA വികസനത്തെ കുറിച്ച് പറയുന്നു. ഈ മറ്റ് 2 പാർട്ടി വിവാദങ്ങളും സ്ത്രീ പീഡനമുള്ള MLAമാരും ശബരിമല കൊള്ള ചെയ്യുന്നതും കിഫ്ബിയിൽ കൊള്ള ചെയ്യുന്ന പാർട്ടികളാണ്. ഇതാണ് 3 ഓപ്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ. അത് കണ്ട് നോക്കി, ഇതെല്ലാം ഒരു ഫിക്സ്ഡ് മാച്ച് അല്ലേ? എന്തിനാണ് ഇത്? നോക്കൂ, നമ്മൾ മാധ്യമ സുഹൃത്തോട് ഞാൻ പറയാണ്, ഇത് കേൾക്കുന്ന കാണുന്ന പോലെ നമ്മളെല്ലാവരും വിഡ്ഢികളാണോ? ഇത് 3 മാസം മുമ്പ് സുവോമോട്ടോ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാർ എലക്ഷൻ്റെ 10 ദിവസം മുമ്പ് ഈ നാടകം ചെയ്യുമ്പോൾ ആരെയാ വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് ഞാൻ ഏറ്റവും ബഹുമാനത്തോടും മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ സമയമെല്ലാം കഴിഞ്ഞു. ഈ ഓരോരോ ശ്രദ്ധ തിരിക്കാൻ ഓരോരോ നാടകങ്ങൾ, അതിന് സമയം കഴിഞ്ഞു. ഈ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്താണ്? നിങ്ങൾ ഭരണം, നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, ഇതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത് ചോദിക്കുമ്പോൾ അവരെ ശ്രദ്ധ തിരിക്കാൻ ഓരോരോ തന്ത്രങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഫെയിൽ ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രമല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ ഈ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. KVVES ഗുരുവായൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സംഗമം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന വ്യാപാരികളായ സ്ഥാനാർത്ഥികളുടെ സംഗമം നടത്തി. ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ജോജി തോമസ് സ്വാഗതം പറഞ്ഞു. മണ്ഡലത്തിലെ 22 സ്ഥാനാർത്ഥികളെ അനുമോദിച്ചു. ട്രഷറർ KK സേതുമാധവൻ, വൈസ് ചെയർമാൻമാരായ ജോർജ് എടക്കഴിയൂർ, ലോറൻസ് തേങ്ങണ്ടിയൂർ, ജോയിന്റ് സെക്രട്ടറി ഡെന്നീസ് ഗുരുവായൂർ, വനിതാ വിംഗ് ചെയർപേഴ്സൺ KK രാജശ്രീ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ നടന്ന പരിപാടി MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഗീതാ രാജൻ, ഷീജ പ്രശാന്ത്, MB രാജലക്ഷ്മി, സഫൂറ ബക്കർ, പ്രീജ ദേവദാസ്, പ്രസന്ന രണദിവെ, ജീന രാജീവ്, TT ശിവദാസൻ, MR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മഹിളാ സ്ഥാനാർത്ഥികൾ, മഹിളാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. KNR ഫുഡ്സിന്റെ പുതിയ സ്ഥാപനമായ സ്നേക്കിസ്റ്റ് 2025 നവംബർ 16 ഞായറാഴ്ച 3 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ തൃക്കരങ്ങളാൽ സ്ഥാപനത്തിന്റെ കൂദാശയും ഉദ്ഘാടനവും നിർവഹിച്ചു. ചടങ്ങിൽ വൈദികർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സ്റ്റാഫുകൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ കൊച്ചുമോൻ നന്ദി അറിയിച്ചു. എല്ലാവിധ സ്നാക്സുകളും ക്വാളിറ്റിയോടുകൂടി തയ്യാറാക്കുന്ന പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് യൂണിറ്റാണ് പഴഞ്ഞി ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ സ്നാക്സുകൾ മൊത്തമായും ചില്ലറയായും നൽകപ്പെടുന്നു. സഹോദര സ്ഥാപനം നോബിൻ ട്രേഡേഴ്സ്, എറണാകുളം. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ആചരിച്ചു. ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക സാക്ഷരതാ ദിനം ആചരിച്ചു. വിവര സാങ്കേതിക വിദ്യ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ
അത് കൂടുതൽ ജനകീയമാക്കുക എന്നതാണ് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനാചരണം ലക്ഷ്യമാക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഷേബ ജോർജ് പറഞ്ഞു. വിദ്യാഭ്യാസം, തൊഴിൽ, ആശയവിനിമയം എന്നിവയ്ക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം അനിവാര്യമാണ്. ഡിജിറ്റൽ ലോകത്തെ വിവരങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാക്കാൻ കമ്പ്യൂട്ടർ സാക്ഷരത കൂടിയേ തീരൂ എന്ന് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്താൻ ഉതകുന്ന പ്രസംഗം, സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി C, കമ്പ്യൂട്ടർ വിഭാഗം അധ്യാപകരായ അശ്വതി MC, റൂമി PC, നിത്യ K കുമാർ, നിപ മനു എന്നിവർ നേതൃത്വം നൽകി. സ്ഥാപനങ്ങളിലേക്കുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ലെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ. UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി പര്യടന പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്തിലെ 12ാം വാർഡ് UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും TN പ്രതാപൻ നിർവഹിച്ചു. മഴുവഞ്ചേരി സെന്ററിൽ നടന്ന ചടങ്ങിൽ TN പ്രതാപൻ, PA മാധവൻ എന്നിവർ ചേർന്ന് ജാഥ ക്യാപ്റ്റൻ ലീല രാമകൃഷ്ണനും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും പതാക കൈമാറി. പദയാത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. മുൻ MLAയും DCC പ്രസിഡന്റുമായ PA മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CT പോൾ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VU മുസ്തഫ, UDF കൺവീനർ CT ജെയിംസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മത്തനങ്ങാടി, എരനെല്ലൂർ, പെരുമണ്ണ, കേച്ചേരി, പട്ടിക്കര സെന്റർ, പട്ടിക്കര കിഴക്കുമുറി, മണലി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം സ്ഥാനാർത്ഥികൾ അണിനിരുന്ന പദയാത്ര തലക്കോട്ടുകരയിൽ സമാപിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ ലീലാകൃഷ്ണന് പുറമെ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ P മാധവൻ, NA നൌഷാദ്, യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി MM മുഹ്സിൻ എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ 9th പഠിക്കുന്ന സ്റ്റുഡൻസിനായി സയൻസ് ഷെയിൽ നെക്സ്റ്റ് ഇയർ 10th ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്സ് ബേസിക് ടെസ്റ്റുകൾ നടത്തി അവരുടെ ഇഷ്യൂസ് പറഞ്ഞു കൊടുക്കും. കൂടാതെ ഫിസിക്സിലെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും ചെയ്തു കൊടുക്കും. അതിനോടൊപ്പം തന്നെ ജാനുവരിയിൽ സയൻസിന്റെയും മാത്സിന്റെയും 5ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നു. താല്പര്യമുള്ളവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്തു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം.